പണ്ട് ജർമ്മനിയിൽ ഇതിന്റെ ശരി പഠിക്കാനായി 200 ഗർഭിണികളെ എടുത്തിട്ട് അവരെ ഗർഭകാലത്ത് യുദ്ധവിഷയങ്ങളും യുദ്ധതന്ത്രങ്ങളും പല യുദ്ധങ്ങളെ പറ്റിയും പഠിപ്പിച്ചു. മറ്റൊരു 200 കൂട്ടം ഗർഭിണികളെ എടുത്തിട്ട് ശാസ്ത്രീയ പുതിയ നേട്ടങ്ങളും കണ്ടെത്തലുകളും ശാസ്ത്രജ്ഞന്മാരുടെ ജീവചരിത്രവും. വേറൊരു കൂട്ടം 200 ഗർഭിണികളെ എടുത്തിട്ട് വിശുദ്ധരുടെ ജീവചരിത്രവും ബൈബിളും. 3 കൂട്ടം ആൾക്കാരെ 3 വ്യത്യസ്ത വിഷയങ്ങൾ അവരെ ഗർഭകാലത്ത് പഠിപ്പിച്ചു. അപ്പോൾ അവരുടെ ചിന്തകളും വിചാരങ്ങളൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കും. ഏകദേശം 32 വർഷം ശാസ്ത്രജ്ഞന്മാർ ഇവരെ ഫോളോ ചെയ്തുകൊണ്ടിരുന്നു, ഇവരുടെ മക്കൾ ആരായി മാറി എന്നറിയാൻ. അങ്ങനെ ഇവർ കണ്ടെത്തി യുദ്ധവിഷയങ്ങളും യുദ്ധതന്ത്രങ്ങളും കേട്ടുപഠിച്ചവരുടെ മക്കളിൽ നല്ലൊരു ശതമാനം ആൾക്കാരും പോലീസിലും പട്ടാളത്തിലൊക്കെ തൊഴിൽ തേടിപ്പോയിരുന്നു. ശാസ്ത്രീയ കാര്യങ്ങളൊക്കെ കേട്ടുപഠിച്ചവരുടെ മക്കളിൽ നല്ലൊരു ശതമാനം ആൾക്കാരും ശാസ്ത്ര തൽപരരും ഗവേഷകരും മെക്കാനിക്കലും എഞ്ചിനീയർമാരൊക്കെ ആയിരുന്നു. വിശുദ്ധരുടെ ജീവചരിത്രം കേട്ടുപഠിച്ചവരുടെ മക്കളിൽ നല്ലൊരു ശതമാനം, ബൈബിളും ഒക്കെ കേട്ടുപഠിച്ചവരുടെ മക്കളിൽ നല്ലൊരു ശതമാനം ആൾക്കാരും അച്ഛന്മാരും കന്യാസികളും നന്മ ചെയ്യുന്ന അൽമാരൊക്കെ ആയി മാറിയെന്ന് കണ്ടെത്തി. നോക്കട്ടെ, കൊച്ചു ഉദരത്തിലായിരുന്നപ്പോൾ അമ്മ കേട്ട പഠിച്ച സാംശീകരിച്ച ബോധ്യം ആ കുഞ്ഞിന്റെ ഭാവി സെലക്ട് ചെയ്യുന്നതിൽ എത്രമാത്രം സ്വാധീനം ചെലുത്തി എന്നാണ് സർവേ റിപ്പോർട്ട് വിരൽ ചൂണ്ടിയത്.